റുപ്പീമോങ്കിൻ്റെ ഷെയർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടുള്ള സെറോദയുടെ കൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ഉപയോഗിക്കുക, അതുപയോഗിച്ച് എങ്ങനെയാണ് ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിൽ നിന്ന് വിൽക്കുക വാങ്ങുക എന്നുള്ള കാര്യങ്ങളാണ്. റുപ്പീമോങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ വീഡിയോകൾ തരുന്ന ചാനലാണ്. നിങ്ങൾക്ക് ആവശ്യങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കൂട്ടുകാരാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാം. ഇതൊരു ചെറിയൊരു ട്രെയിനിങ് വീഡിയോ ആണ്. നിങ്ങൾ സെറോദ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. സെറോദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷെയർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിമാറ്റും ട്രേഡിംഗ് അക്കൗണ്ട് തരികയും ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തരികയും ചെയ്യുന്ന ചെറിയ സർവീസ് ചാർജ് മാത്രം എടുക്കുന്ന ഒരു ബ്രോക്കറാണ് സെറോദ. ഈ സെറോദയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ കാണുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെറോദയുടെ കൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊബൈൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് പുതിയ അപ്ഡേറ്റുകളുമായിട്ട് ഇപ്പോൾ കൈറ്റിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഷെയർ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിലെല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയ കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മളുടെ സർവീസ് ആയിട്ടുള്ള RupeeMonk സർവീസിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനുള്ള റെസ്പോൺസ് തരും. കൈറ്റ് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങളാദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യണം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം കൈറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ ഐറ്റം തന്നെ നമ്മളുടെ കൈറ്റ് ബൈ സെറോദ എന്നായിരിക്കും. അത് സെലക്ട് ചെയ്യുക. അത് നിങ്ങളുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ എന്ന് കാണിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് അപ്ഗ്രേഡ് എന്ന് കാണിക്കുന്നത്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ അത് ഓപ്പൺ ചെയ്തു. കൈറ്റ് യൂസ് ചെയ്യുന്നതിനായിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടത്. നിങ്ങളുടെ യൂസർ ID, പിന്നെ നിങ്ങളുടെ ഒരു പാസ്വേഡ് ഉണ്ടാവും, നിങ്ങളുടെ പിന്നെ ഒരു സീക്രട്ട് 6 ഡിജിറ്റ് കോഡ് ഉണ്ടായിരിക്കും. അങ്ങനെ ആ 3 കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു വാച്ച് ലിസ്റ്റ് പേജിലെത്തും. വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, നമുക്ക് ആവശ്യമുള്ള ഷെയറുകൾ അതിൽ കീപ്പ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മൂവ്മെൻറ്റ് പരിശോധിക്കുന്നതിനുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് പുതിയൊരു സ്റ്റോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ നിങ്ങൾ ആ സെർച്ചിൽ ടൈപ്പ് ചെയ്തിട്ട് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ LNT ഷെയർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ LNT എന്ന പേരുള്ളതെല്ലാം ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഐറ്റം സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് വന്നു. അവിടെ നിന്ന് നമുക്ക് അതിന്മേൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബൈയും സെല്ലും നടത്താനുള്ള ഓപ്ഷനാണ് ബ്ലൂവും റെഡും ബട്ടൺ കാണിക്കുന്നത്. അതുപോലെ മാർക്കറ്റ് ഡെപ്ത് എന്ന് പറയുന്നെങ്കിൽ ഇപ്പോൾ അതിനുള്ള ഓർഡറുകളുടെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ലോ ഹൈ ഓപ്പൺ ക്ലോസ് എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്മേൽ അഡീഷണൽ ആയിട്ടുള്ള ഫണ്ടമെൻ്റലും ടെക്നിക്കലും ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കും. സ്റ്റോക്ക് വാങ്ങുന്നതിനായിട്ടുള്ള പണം ആഡ് ചെയ്യുന്നതിനായിട്ട് പ്രൊഫൈൽ എന്നുള്ളതിൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുകൾ കിട്ടും. അതുപോലെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള പണം UPI വഴിയോ ബാങ്ക് അക്കൗണ്ട് വഴിയോ ആഡ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കണ്ടത് ഞാൻ എൻ്റെ UPI വഴി ആഡ് ചെയ്തതാണ്. ഇപ്പോൾ അതിലെ പുതിയ ബാലൻസ് നമുക്ക് റിഫ്ലക്റ്റായി കാണുന്നുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നമ്മൾ പോർട്ട്ഫോളിയോ കാണുന്നതിനായിട്ട് ആ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ എത്രയാണ് ലാഭമാണോ നഷ്ടമാണോ, ഇപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അതോടൊപ്പം നമ്മളുടെ സ്റ്റോക്കുകളുടെ കാര്യങ്ങളും കാണിക്കും. ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബിൽ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഐറ്റങ്ങളുള്ളൊരു സെക്ഷൻ വരും. അതിൽ എക്സിക്യൂട്ട് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇന്ന് നമ്മൾ മേടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിറ്റിട്ടുള്ള ഐറ്റങ്ങളുടെ ലിസ്റ്റ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ പെൻഡിങ് എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ ഓർഡർ ചെയ്തിട്ട് എക്സിക്യൂട്ട് ആവാത്ത സ്റ്റോക്കുകൾ അതിലാണ് കാണിക്കുക. അതുപോലെ നമുക്കപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ ഓർഡറുകൾ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ ഒക്കെ അതിൽ നിന്ന് സാധിക്കും. ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ മാർക്കറ്റ് വാച്ചിലാണ്. റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തു, ബൈ സെലക്ട് ചെയ്തു. ഇപ്പോൾ അതിൽ 4 ഓപ്ഷൻസ് കാണാം. CNC എന്ന് കാണാം. CNC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ CNC ആയിട്ട് വേണം ബൈ ചെയ്യാൻ. ക്യാഷ് ആൻഡ് ക്യാരി, അതാണ് ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ മേളിൽ കാണുന്നത്. അതുപോലെ തന്നെ MIS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മേളിൽ കാണാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മേടിച്ചിട്ട് ഇന്ന് തന്നെ വിൽക്കുന്ന പരിപാടിയാണ് MIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മാർജിൻ ഇൻട്രാഡേ സ്ക്വയർ ഓഫ് അത് നമുക്ക് സെലക്ട് ചെയ്യാം, നമ്മളന്ന് തന്നെ മേടിച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ താഴെ നമ്മൾക്ക് ഓർഡർ എന്ന് പറയുന്ന സെക്ഷനിൽ മാർക്കറ്റ് എന്നുണ്ട്, ലിമിറ്റ് എന്നുണ്ട്. അത് രണ്ടുമാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ്. ഇപ്പോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയ്ക്ക് അനുസരിച്ച് ആ സ്റ്റോക്കിൽ
വിൽപ്പന നടക്കും. അപ്പോൾ നമ്മൾ ബൈ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതാണോ മാർക്കറ്റ് വില അതിനനുസരിച്ച് നമ്മൾക്ക് വിൽപ്പന നടക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലിമിറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് മേളിൽ ആ പ്രൈസ് 13.8 ആയത് കണ്ടോ, അവിടെ നമ്മൾക്ക് ആവശ്യമുള്ള വില നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ 13.8 എന്നുള്ളത് 1000 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓർഡർ 1000 ഈ ഷെയറിന് 1000 ആകുമ്പോൾ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതാണ് ഈ 4 ഓപ്ഷനുകൾ നമുക്ക് അറിയാനുള്ളത്. ഇപ്പോൾ നമ്മൾ താഴെയുള്ള ബൈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഒന്നിലധികം ദിവസം ഹോൾഡ് ചെയ്യാനുള്ള 13 രൂപ 80 പൈസ ആവുമ്പോൾ ഞാൻ റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങുന്നു എന്നാണ് അർത്ഥം. ആ പ്രൈസിൽ ആരെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൈസിൽ അത് എക്സിക്യൂട്ട് ആവും, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ആവും. ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് സെല്ലും വർക്കാവുന്നത്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ റിലയൻസ് ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ റിലയൻസ് സെലക്ട് ചെയ്ത് സെല്ല് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും CNC ഉണ്ട്, MIS ഉണ്ട്, ലിമിറ്റ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ CNC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ വിൽക്കാൻ പോകുന്നു. MIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിറ്റിട്ട് പിന്നെ ഇന്ന് തന്നെ അത് തിരിച്ച് വാങ്ങാനുള്ള ഉദ്ദേശത്തിൽ. ഇപ്പോൾ അതിൽ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അപ്പോഴത്തെ വില എത്രയാണോ അത് ആ സമയത്ത് ആ വിലയ്ക്ക് നമ്മൾ ഇത് വിൽക്കും. അതുപോലെ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രത്യേക വില പറയും. ഇപ്പോൾ 2000 രൂപ വേണമെന്നുണ്ടെങ്കിൽ 2000 രൂപ സെലക്ട് ചെയ്യും, എന്നിട്ട് സെല്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രൈസ് 2000 എത്തുമ്പോൾ മാത്രമേ ഇത് എക്സിക്യൂട്ട് ആവുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഫീച്ചറാണ്, പുതിയൊരു ഫീച്ചറാണ്. ഇതെന്താണെന്ന് വെച്ചാൽ GTT എന്ന് പറയും, ഗുഡ് ടിൽ ട്രേഡ്. അത് പുതിയതായിട്ട് വന്നതാണ്. ഇപ്പം നമുക്കൊരു സ്റ്റോക്കുണ്ട് HDFC ബാങ്ക്, അത് ഒരു താഴ്ന്നൊരു പ്രൈസിൽ വരുമ്പോൾ നമുക്കത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് GTT ഉപയോഗിക്കാം. സാധാരണ ഓർഡറുകൾ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് തന്നെ എക്സിക്യൂട്ട് ആവും അല്ലെങ്കിൽ ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ ഈ GTT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആവശ്യമുള്ളൊരു പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 1 വർഷത്തേക്ക് ആ ഓർഡർ ആക്റ്റീവായിട്ട് നിൽക്കും. അതായത് എന്തെങ്കിലും ആ പ്രൈസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രൈസിന് ആ സ്റ്റോക്ക് വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ ബൈ ഓർഡറാണ് കൊടുത്തിട്ടുള്ളത്. മേളിൽ കാണുന്ന പോലെ ഈ 906 എന്ന ട്രിഗർ പ്രൈസ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ 906 എപ്പോൾ വരുന്നോ അപ്പോൾ ഈ ഓർഡർ ട്രിഗർ ആവും, എക്സിക്യൂട്ട് അല്ല ട്രിഗർ ആവും. അതേസമയം തന്നെ നിങ്ങൾ താഴെ ഒരു ക്വാണ്ടിറ്റി 905 എന്ന് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ 905 വരുന്നോ അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 905 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് നമ്മളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ആവും. ഇപ്പോൾ ആ GTT ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സെൽ ഓർഡറും ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്ത് GTT ഓർഡേഴ്സ് കാണുന്നതിനായിട്ട് ഓർഡേഴ്സ് സെലക്ട് ചെയ്ത് GTT ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് GTT കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് മോഡിഫൈ ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഈ ഓർഡർ ഡിലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തു, അതിനുശേഷം ആ ഡിലീറ്റ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ഓർഡർ ക്യാൻസലായി. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ മറ്റുള്ള ഓർഡറുകൾ ഇപ്പോൾ ഇന്ന് നടത്തിയിട്ടുള്ള ഓർഡറുകൾ, കംപ്ലീറ്റ് ആവാത്ത ഓർഡറുകൾ പെൻഡിങ്ങിലും എക്സിക്യൂട്ട് ആയിട്ടുള്ള ഓർഡറുകൾ എക്സിക്യൂട്ടിലും കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ കൈറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാണോ അല്ലെ. സ്റ്റോക്ക് വാങ്ങുന്നത് എങ്ങനെയാണ്, വിൽക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റോക്കിലെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് കാണുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണും അല്ലേ. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് 2 വീഡിയോകൾ ഷെയർ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 വീഡിയോകളാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്കത് കണ്ടു മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചാനൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂട്ടുകാരുണ്ട് വീഡിയോസ് ചെയ്താൽ അവർക്കും കൂടെ ഉപകാരമാകും.